നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും വരാൻ പോകുന്ന ദിവസങ്ങളിൽ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മൾ ഒടുവിൽ കാണുന്ന അലീനയെ കൂട്ടി സ്റ്റാലി പോകുന്നുണ്ട്. അപ്പം അലീനയെ കൂട്ടണ്ട, അല്ലെങ്കിൽ അങ്ങനൊരു മകള് നിനക്കില്ല എന്നൊക്കെ ഈ പറയുന്ന സ്റ്റാലിയുടെ അച്ഛൻ ഒരു കുട്ടിച്ചായം പറഞ്ഞെങ്കിലും എന്തോ അലീനയെ കണ്ടു കഴിഞ്ഞപ്പോൾ മുതൽ സ്റ്റാലിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. അയാൾക്കും മനസ്സിലായി ഇത് തൻ്റെ മകളാന്നുള്ള കാര്യം. അങ്ങനെ ഒടുവിൽ അലീനയും കൂട്ടിക്കൊണ്ട് ആ വീട്ടിലേക്ക് ചെന്നു. അലീനയ്ക്ക് ഒരു പരിചയമില്ലാത്ത സ്ഥലവും വീടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ സമയത്ത് അലീനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു തൻ്റെ അച്ഛനാണ് ഇതെന്നുള്ള കാര്യങ്ങളൊക്കെ. അലീനയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. ആദ്യമായിട്ട് കാണുന്ന ഒരാൾ, അത് മാത്രമല്ല പട്ടാളം ചിട്ടേം. സ്റ്റാലിയുടെ സ്വഭാവം അങ്ങനെയാണ്. അങ്ങനെ അവിടെ ചെന്ന് കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേനും കുറേ പട്ടികൾ ഇങ്ങനെ പാഞ്ഞു വരുവാണ് അവിടേക്ക്. പക്ഷെ സ്റ്റാലി ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അതുങ്ങളൊന്നും മിണ്ടാ നിന്നു. പക്ഷെ അലീനയ്ക്ക് ഒരു ഭയം ഉണ്ടായിരുന്നില്ല അവയൊന്നും. കാരണം അലീനയ്ക്ക് മുമ്പേ തൊട്ട് നായ്ക്കളോടൊക്കെ ഭയങ്കര സ്നേഹമാണല്ലോ. അലീനയെ കടിക്കാൻ വരുന്ന നായാണെങ്കിൽ പോലും അലീനെ ഒന്ന് നോക്കിയാൽ ഒന്ന് വിളിച്ചാൽ മതി, അതുങ്ങൾ അനുസരണയോടുകൂടി നിൽക്കും. ആ സമയത്ത് അകത്തുനിന്ന് ആൻ്റപ്പനും പൗലോസും ഒക്കെ ഇറങ്ങി വരുന്നുണ്ട്. അവർ നോക്കിക്കഴിഞ്ഞപ്പം ഒരു പെൺകുട്ടിയും കൂട്ടിക്കൊണ്ട് സ്റ്റാലി സാർ അങ്ങോട്ടേക്ക് വരുന്നു. കേണൽ സാർ, ഇതെന്ത് മറിമായം, അവർക്കൊന്നും മനസ്സിലായില്ല. അങ്ങനെ അലീനെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് പരിചയപ്പെടുത്തി. ഇതാ അലീന, ഇനി മുതൽ ഇവളിവിടെ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അതെന്താ അതെന്താ കേണൽ സാബേ പെട്ടെന്നിങ്ങനെ, കാരണം ഇത്രയും കാലം അവരാണല്ലോ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. പെട്ടെന്നിങ്ങനെ ഒരാളെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴത്തേനും പൗലോസ് പറഞ്ഞു, അല്ല അടുക്കള കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാനുണ്ടല്ലോ, ഇനിയിപ്പോൾ ഇവളും കൂടെ ചേർന്ന് നോക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞു. അയാൾക്ക് പേടിയായി, ഇനിയിപ്പോൾ തൻ്റെ പണി കളയാൻ വന്നവളാണോ ഇവളെന്നൊരു ചിന്തയുണ്ടായി. അങ്ങനെ സ്റ്റാൻലി അകത്തേക്ക് കയറിപ്പോയി. പിന്നീടാണ് സ്റ്റാൻലി ഓർത്തെ മുറികളും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണമല്ലോ. ആൻ്റപ്പനെ വിളിച്ചിട്ട് മുറി കാണിച്ചു കൊടുക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ ഒരു നല്ല മുറി അലീനയ്ക്കായിട്ട് കിട്ടി. അലീനയ്ക്ക് അവിടെ ചെന്ന് ഇപ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ഇത്രയും നാളെന്ന് പറഞ്ഞാൽ കൃഷ്ണമോളും ഭവിതയും എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ പെണ്ണുങ്ങൾ ആരും ഇല്ല, മുഴുവൻ ആണുങ്ങൾ. ആരോട് എന്ത് സംസാരിക്കണം എന്ത് പറയണം ഒന്നും അറിയത്തില്ലാത്തൊരവസ്ഥയാണ്. വല്ലാത്തൊരു വീർപ്പുമുട്ടൽ അലീനയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം അങ്ങോട്ടേക്ക് ആൻ്റപ്പം വന്നിട്ട് അലീനയുടെ പേരും കാര്യങ്ങളും ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അലീന കൂടുതലൊന്നും വിട്ടു പറഞ്ഞില്ല. തൻ്റെ അച്ഛനാണ് ഇതെന്നുള്ള കാര്യങ്ങളൊന്നും അലീന പറഞ്ഞതുമില്ല. അലീനയോട് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ വിസ്തരിച്ച് പറയേണ്ടെന്ന് ആരോടും പറയേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അലീന ഒന്നും പറയാതിരുന്നത്. സ്റ്റാലിയുടെ സ്വഭാവം കണ്ടു കഴിഞ്ഞപ്പോൾ അലീനയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എങ്ങനെ താൻ ഇവിടെ കഴിയും എന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. ഒരു പക്ഷേങ്കിൽ തൻ്റെ സ്വന്തം അച്ഛൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ബാലേന്ദ്രൻ അച്ഛൻ ഇത്ര മാത്രം പെടാപ്പാട് പെട്ടെന്നുള്ള ആ കാര്യങ്ങളൊക്കെ അലീന മനസ്സിലാക്കി എടുക്കുകയും ചെയ്തു. അലീനയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട്, ഇനിയിപ്പോൾ എങ്ങനെ ഇവിടെ കഴിയുന്നൊരു ചിന്തയും കാര്യങ്ങളും. അതോടൊപ്പം തന്നെ കടപ്പാട്ട് വീടിനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഒക്കെ അലീനയുടെ മനസ്സിനെ വല്ലാതെ വേട്ടയാടുന്നുണ്ടായിരുന്നു. എന്നാലും അലീന പിന്നെയും ഓർത്തു, എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും തൻ്റെ അച്ഛനല്ലേ, താൻ ഇനി ഇവിടെയാണ് കഴിയേണ്ടത്. ഈ സമയത്ത് ബാലേന്ദ്രൻ്റെ വീട്ടിൽ ആകെപ്പാടെ ശോകമോഹഭാവമായിരുന്നു. അലീന പോയതോടുകൂടി വീട് ഉറങ്ങിയ മട്ടിലായിപ്പോയി. പിന്നീടാണ് വൈജയന്തി അങ്ങോട്ടേക്ക് വരുന്നത്. അലീന പോയെന്നറിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തി വന്നു. അപ്പോൾ അലീന പോയി വൈജയന്തിയോട് യാത്രയൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. വൈജയന്തിക്കൊരു പുച്ഛഭാവമായിരുന്നു അലീനയോട്. പക്ഷേ അതൊന്നും ഈ പറയുന്ന അലീന കാര്യമായിട്ട് എടുത്തില്ല. കാരണം അലീനയ്ക്കറിയാം എത്രയെന്ന് പറഞ്ഞാലും തൻ്റെ അമ്മയാണ്. അധികം വൈകാതെ തന്നെ സത്യങ്ങളൊക്കെ അറിയായിരിക്കും. താനീ വീട് വിട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ വെറുതെ ഇരിക്കില്ല. അച്ഛൻ എന്താണെങ്കിലും സത്യങ്ങളൊക്കെ പറയുമെന്നുള്ള കാര്യം അലീനയ്ക്കും അറിയായിരുന്നു. അങ്ങനെ അലീന പോയി കഴിഞ്ഞ് വൈജയന്തി അങ്ങോട്ടേക്ക് വന്നാലും കുട്ടികൾ പോലും വൈജയന്തി മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. കാരണം കുട്ടികൾക്ക് പോലും ദേഷ്യമായിപ്പോയി. അലീന അവിടെ ഇല്ലാത്തതുകൊണ്ട് അവരെല്ലാവരും ആകെപ്പാടെ വല്ലാത്തൊരു വിഷമത്തിലായിപ്പോയി. പരസ്പര സംസാരവും കാര്യങ്ങളൊന്നുമില്ല. എന്ത് പറയണം എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയായിരുന്നു. അലീന ഉണ്ടായിരുന്ന സമയത്ത് എല്ലാവരുടെയും കാര്യങ്ങൾ നല്ല ഭംഗിക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നല്ലേ, പെട്ടെന്നൊരു ദിവസം അവരുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയൊരവസ്ഥയായിരുന്നു. കൃഷ്ണമോൾക്കും ബബിതയ്ക്കും അതുപോലെ രോഗത്തിനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അവർ പരസ്പരം കൂടിയിരുന്ന് കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. അലീന ചേച്ചി പറഞ്ഞു വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അലീന ചേച്ചി ഇവിടെ നിന്നാൽ മതിയായിരുന്നൊക്കെ. പക്ഷെ അത് വൈജയന്തിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് കൃഷ്ണമോൾക്കൊരു ഭയം കൂടെ ഉണ്ടായിരുന്നു. അച്ഛൻ എപ്പോഴാണ് പൊട്ടിത്തെറിക്കണം എന്നറിയത്തില്ല. പൊട്ടിത്തെറിക്കാനിരിക്കുന്ന ഒരു അഗ്നിപർവ്വതം പോലെയായിരുന്നു ബാലേന്ദ്രൻ്റെ മനസ്സ്. എപ്പോഴേത് നിമിഷം വേണേലും അലീനയെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ ബാലേന്ദ്രൻ തുറന്നു പറയും. അപ്പോൾ അലീനയ്ക്ക് ആ ഒരു പേടിയും കൂടി ഉണ്ടായിരുന്നു. അലീന പോകുന്ന സമയത്ത് ബാലേന്ദ്രനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. ദൈവത്തോർത്ത് അച്ഛനൊരു പ്രശ്നം ഉണ്ടാക്കരുത്,
അച്ഛനിപ്പോൾ ഒന്നും തുറന്നൊന്നും പറയരുതെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേങ്കിൽ ബാലേന്ദ്രൻ അത് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമായിരുന്നു. അലീന പോയല്ലോ, ഇനിയിപ്പോൾ തുറന്നു പറഞ്ഞാലും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അലീനയ്ക്ക് വാക്ക് കൊടുത്തുകൊണ്ട് മാത്രം ബാലേന്ദ്രൻ അതിനെക്കുറിച്ച് പറയാനായിട്ടൊന്ന് വിസമ്മതിച്ചു. എപ്പോഴാണെങ്കിലും പുറത്തു വരുമെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം, സത്യങ്ങളൊക്കെ. ആദ്യത്തെ ഒരു ദിവസം അലീന വലിയ കുഴപ്പമില്ലാതെ അവിടെ കഴിഞ്ഞു. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം ചായയൊക്കെ ആയിട്ട് അലീന ചെല്ലുമ്പോഴത്തേനും രാവിലെ ഇരുന്ന് മദ്യപിക്കുന്ന സ്റ്റാലിനെ കണ്ടേ. അലീനയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. അവിടുത്തെ കാര്യങ്ങളൊന്നും അലീനയ്ക്ക് അത്ര കൃത്യമായിട്ടൊന്നും അറിയത്തുണ്ടായിരുന്നില്ലോ. അങ്ങനെ എന്താണെങ്കിലും അലീന ചായ കൊണ്ട് ചെന്നപ്പോൾ സ്റ്റാലിൻ പറഞ്ഞു ചായ വേണ്ടാന്ന് പറഞ്ഞു. അലീനയ്ക്ക് പിന്നെ എന്ത് ചെയ്യണമെന്നറിയില്ല. അലീന അവിടെ നിൽക്കുന്ന കണ്ടപ്പോഴത്തേനും പറഞ്ഞു എന്തിനാ നിൽക്കണേ, വേണ്ടെന്ന് പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അലീന പുറത്തേക്ക് ഇറങ്ങി. അലീന പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നായ്ക്കളെല്ലാം കുറച്ചുകൊണ്ട് വരിക. അലീനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കര അനുസരണയോട് കൂടിയിട്ട് അവർ അലീനയുടെ അടുത്തേക്ക് ഓടി വന്നു. അലീനയുടെ അടുത്ത് വന്ന് വാലാട്ടിക്കൊണ്ടൊക്കെ നിൽക്കുവാണ്. ഈ സമയത്ത് ആൻ്റപ്പം വരെ ഞെട്ടിപ്പോയി. കാരണം ഒരിക്കലും പ്രതീക്ഷയില്ല. പരിചയമില്ലാത്തവരെ കണ്ടിട്ടുണ്ടെങ്കിൽ കൂട് പൊളിച്ചുകൊണ്ട് ചാടി ഇറങ്ങുന്ന നനങ്ങളൊക്കെയാണ്. പക്ഷേങ്കിൽ ഒരു പേടിയില്ലാതെ അലീന നിൽക്കുന്ന അലീനയുടെ അടുത്തോ നല്ല കൂളായിട്ട്. കാരണം അതിൻ്റെ യജമാനൻ എന്ന വണ്ണമാണ് അലീനയോട് അതുങ്ങൾ പെരുമാറിയത്. അയാൾ പോലും പേടിച്ചു. പെട്ടെന്ന് ആൻ്റപ്പം വന്നിട്ട് അലീനയോട് സംസാരിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ. അലീന പറഞ്ഞു അതെ, എനിക്ക് നായകളെ പേടിയൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. ഈ സമയം ബാൽക്കണി വന്ന് നിന്നിട്ട് സ്റ്റാൻലി ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. സ്റ്റാൻലിക്കും ആ ഒരു അമ്പരപ്പായിപ്പോയി. ബാലേന്ദ്രൻ പറഞ്ഞെങ്കിലും സ്റ്റാൻലി ഇത്ര പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം പുറത്തുനിന്ന് ഒരാളെ, അത് പരിചയമില്ലാത്ത ആൾക്കാരെ ആരും ആ വീട്ടിലേക്കോ കോമ്പൗണ്ടിലേക്ക് പോലും കയറ്റുന്നതല്ല. പക്ഷേ അലീനയുടെ മുന്നിൽ മാത്രം നല്ല അനുസരണയുള്ള നായക്കുട്ടികളെ പോലെ കിടക്കുകയാണ്. അപ്പോൾ സ്റ്റാൻലിക്ക് ബാലേന്ദ്രൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ അലീനയെ നോക്കുമ്പോൾ ഒരു വല്ലാത്തൊരിത്, തൻ്റെ അമ്മയുടെ ഒരു ആ മുഖമാണ് അലീനയ്ക്കെന്നുള്ള കാര്യം നന്നായിട്ട് അറിയായിരുന്നു സ്റ്റാൻലിക്ക്. സ്റ്റാൻലിയുടെ ഈ മദ്യപാനം കാര്യങ്ങളൊക്കെ അലീനയെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ തൻ്റെ അച്ഛൻ്റെ കല്യാണം കഴിഞ്ഞാന്നും 3 മക്കളുള്ള കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. അലീന വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ തന്നെ ഹൗദിക്കുട്ടി ചായം കാണാനൊക്കെ വരുന്നുണ്ട്. കാണാൻ വന്നു കഴിഞ്ഞിട്ട് സ്റ്റാലിയെ കുറേ ചീത്തയൊക്കെ പറയുന്നുണ്ട്. എന്തിനാണ് അവിടെ വിളിച്ചുകൊണ്ട് വന്നതെന്നൊക്കെ ചോദിച്ച് ചീത്ത പറയണം. പിന്നീടാണ് അലീനയെ കാണുന്നത്. അലീനയെ കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും അയാളും ഞെട്ടിപ്പോയി. അവധിക്കുട്ടി ചായനും കണ്ടപ്പോൾ തന്നെ തോന്നി തൻ്റെ ഭാര്യയുടെ അതേ ചായയാണ് ഇവൾക്കെന്നുള്ള കാര്യങ്ങളൊക്കെ അയാളും മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അതുവരെ സ്റ്റാലിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന, പക്ഷേ അലീനയുടെ ആ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ അവധിക്കുട്ടി ചായനെ പോലും അമ്പരിപ്പിച്ചു പോയി. അങ്ങനെ അലീനയെ പറഞ്ഞു വിടണമെന്ന് പറയാൻ വന്നേ അവധിക്കുട്ടി ചായം പോലും ഒടുവിൽ അലീനയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആ വാക്ക് മാറ്റുകയാണ്. പിന്നെ അവിടെ അലീനയെ പറഞ്ഞു വിടുന്നതിൽ അർത്ഥമില്ലാന്ന് തോന്നി. കാരണം തൻ്റെ മകൻ്റെ മോളാണെന്നുള്ള കാര്യത്തിൽ ഒരു ടെസ്റ്റിൻ്റെ ആവശ്യമില്ലെന്ന് അയാൾക്കും മനസ്സിലാവുന്നുണ്ട്. പക്ഷേ പിന്നീടാണ് ഈ പറയുന്നത് അലീനെ അവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ സ്റ്റാൻലിയുടെ മക്കളൊക്കെ അറിയുന്നത്. അതറിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർക്ക് സഹിച്ചില്ല. അവരെന്ത് ചെയ്തു, എല്ലാവരും കൂടെ വരുവാണ്. ഏതോ ഒരു പെണ്ണിനെ അവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട് എന്നൊരു കാരണത്താൽ ചോദ്യം ചെയ്യാനായിട്ട്, സ്റ്റാൻലിയെ ചോദ്യം ചെയ്യാനായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പായി, സ്റ്റാൻലി അവരുടെ മുന്നിൽ പിടി കൊടുക്കത്തില്ല. സ്റ്റാൻലിയുടേതായ സ്റ്റാൻഡ് നിൽക്കത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മളിനി വരുന്ന ദിവസങ്ങളിലൊക്കെ കാണുന്നത്. ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോഴായിരിക്കും ആ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. എന്താണല്ലോ ഒരു കാര്യം ഉറപ്പാണ്, അലീന സ്റ്റാൻലി അടിമുടി തന്നെ മാറ്റിയെടുക്കുക തന്നെ ചെയ്യും. പൈജയ്ക്ക് നല്ല പണിയാണ് ഇനി വരുന്ന ദിവസങ്ങൾ കിട്ടാനും പോകുന്നത്. അപ്പോൾ ആ കഥകളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോടെ നിർത്തുന്നു. നന്ദി.